ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബറാണ്. പുതിയ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 വർഷമായി. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള മോണിറ്റൈസേഷനായിട്ട്. അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബേഴ്സിനെ അറിയാത്തതും അല്ലെങ്കിൽ ഇപ്പോൾ പാട്ട് ഡാൻസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ കോപ്പിറൈറ്റ് ക്ലെയിം. അതായത് നമ്മുടെ വീഡിയോ നമ്മളല്ലെങ്കിൽ വേറൊരു പാട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പാട്ട് വേറൊരാളുടെ കോപ്പിറൈറ്റ് ഉള്ള ഒരു പാട്ടായിരിക്കും. അപ്പോൾ ആ പാട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പാട്ടായിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വരും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് കറക്റ്റായിട്ട് നമ്മൾ ആ ചെയ്യുന്ന പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടിയും വരാം. അപ്പോൾ ഇത് ചെറിയതായിട്ട് നമുക്ക് റിസ്ക് ഉള്ളൊരു കാര്യമാണ് നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം. ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യാം. ഞാനൊരു ഡിസ്ക്ലെയിമറായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇന്നേ വരെ അങ്ങനത്തെ ഒരു റിസ്കിൻ്റെ ഫാക്ടർ എനിക്ക് വന്നിട്ടില്ല. എനിക്കെല്ലാം സ്മൂത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മോണിറ്റൈസ്ഡ് ആവാത്ത ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള ഒരു വീഡിയോയ്ക്ക് നമുക്ക് പൈസ കിട്ടില്ല, നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാതിടാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ടുള്ള നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ. അതല്ലാണ്ട് നമുക്ക് ചാനലിന് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ചാനലും വീഡിയോ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ മോണിറ്റൈസ്ഡ് അല്ലാത്ത ചാനലുകൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ഒറ്റ വീഡിയോയ്ക്കും പാടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം നമ്മളെങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് വന്നേക്കുന്നത്, ഞാൻ ചെയ്തേക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലൈവ് എന്നല്ല, എനിക്ക് മുമ്പ് റിലീസ് ആയേക്കുന്ന കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു തരാം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇന്നെലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ, അല്ലെങ്കിൽ പാർഷ്യലി ബ്ലോക്ക്ഡ്, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. മോണിറ്റൈസേഷൻ ആണെങ്കിൽ മാത്രമാണ് ഈ ഇന്നെലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നൊക്കെ നമുക്ക് വരുള്ളൂ. അപ്പോൾ അതെന്താ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ ആ കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിൻഡോ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം ഏതൊക്കെ പാട്ടുകൾക്ക് നമുക്ക് മോണിറ്റൈസേഷൻ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാം. ഇറേസ് സോങ്, റീപ്ലേസ് സോങ്, ട്രിം ഔട്ട് സെഗ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇറേസ് സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള സോങ് മാത്രമായിട്ട് നമുക്ക് മാച്ച് കളയാൻ പറ്റും. റീപ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ ലൈബ്രറിയിലുള്ള വേറെ സോങ്ങുമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗത്തിന് മാത്രമാണ് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ട്രിം ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ഈ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനതാണ് ചെയ്യാറ്. ബാക്കിയൊന്നും നമുക്ക് പാട്ട് മ്യൂട്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഡിസ്പ്യൂട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിന്യൂ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും. ഈ പേജിൽ നമ്മൾ റീസൺ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റിൻ്റെ ക്ലെയിം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് നമ്മുടെ കയ്യിലുള്ളതോ, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരിക. പക്ഷേ ഇതിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പബ്ലിക് ഡൊമൈൻ എന്നുള്ള ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്കിത് പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് നമ്മൾ കിട്ടിയത് എന്നുള്ളത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ 2 ഓപ്ഷൻസ് വരും. അതായത് ഡിസ്പ്യൂട്ടും എസ്കലേറ്റ് ടു അപ്പീലും. അതിൽ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്പ്യൂട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെയിൽ നമുക്ക് ആ ക്ലെയിം തന്നേക്കുന്ന കണ്ടൻറ് ഓണർക്ക് പോകും. അതാണ് ഡിസ്പ്യൂട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എസ്കലേറ്റ് ടു അപ്പീൽ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് അപ്പീൽ പോവാം. ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് ക്ലെയിം ഓട്ടോമാറ്റിക്കലി റിലീസാവും. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ 7 ഡേയ്സേ എടുക്കുള്ളൂ. പക്ഷെ നമുക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
അവരുടെ ഭാഗത്തുനിന്ന് 7 ദിവസത്തിനുള്ളിൽ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ആവും. പക്ഷെ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റിൽ വാലിഡ് ആണ് എന്നും പറഞ്ഞ് അവർ തിരിച്ച് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഡയറക്റ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്കിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. പക്ഷെ ഡിസ്പ്യൂട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കണ്ടന്റ് ഓണർ നമുക്ക് സ്റ്റിൽ വാലിഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റിൽ വാലിഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ അയക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ നമുക്ക് അപ്പീൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ നമുക്ക് ഇരുത്താം. പക്ഷെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ വാലിഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും അപ്പീൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇത് അങ്ങനെ തന്നെ ആ വീഡിയോ നമുക്ക് അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പീൽ കൊടുത്താലും ഡിസ്പ്യൂട്ട് കൊടുത്താലും ഈ ഡിസ്പ്യൂട്ടിന് 30 ഡേയ്സിനുള്ളിൽ അവർ നമുക്ക് ഒന്നില്ലെങ്കിൽ അവർക്ക് നമ്മുടെ കണ്ടന്റ് ഓണേഴ്സിന് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തേക്കുന്ന ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ഈ കോപ്പിറൈറ്റ് റിലീസ് ചെയ്ത്, അതായത് കോപ്പിറൈറ്റ് ക്യാൻസൽ ചെയ്ത് നമുക്ക് നോർമൽ കോപ്പിറൈറ്റ് ഇല്ലാണ്ട് നമുക്ക് വീഡിയോ ആക്കി തരാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് അത് സ്റ്റിൽ കോപ്പിറൈറ്റ് ക്ലെയിം നിലനിൽക്കുന്നതാണ് എന്നും പറഞ്ഞ് നമുക്ക് മെയിൽ അയക്കാൻ പറ്റും. അതല്ല അവർ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്തിട്ട് യാതൊരു റിപ്ലൈയും തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസായി പോകും. അതായത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം പിന്നെ ആ ഒരു വീഡിയോന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടാവില്ല. അതാണ് ഈ ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടുണ്ട്. ക്ലെയിം വിൽ ബി റിലീസ്ഡ് ഇഫ് ദേ ഡോണ്ട് ടേക്ക് ആക്ഷൻ വിത്തിൻ 30 ഡേയ്സ് അങ്ങനെ ഒക്കെ നമുക്ക് പറയും. പിന്നെ ഈ ഡിസ്പ്യൂട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ അപ്പീൽ പോകുമ്പോൾ നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ അഡ്രസ്സ്, സംഭവങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. ഇനി വൺസ് ഡിസ്പ്യൂട്ട് നമ്മൾ സ്റ്റിൽ വാലിഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് അപ്പീൽ പോവാം. ആ അപ്പീൽ പോകുമ്പോൾ നമുക്കിതുപോലെ ഒന്നില്ലെങ്കിൽ റിലീസാവും, അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലെയിം റിലീസാവും, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈക്കിലേക്ക് പോകും. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ഞാനത് എപ്പോഴും ഞാൻ അല്ലെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് വരും. ഇതിൽ ഈ ഒരു വലിയ ബോക്സിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഇത് ക്ലെയിം റിലീസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നമുക്ക് പറ്റാവുന്ന ഒരു 2000 വേർഡ്സിനുള്ളിൽ അടങ്ങുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകൾക്ക് കൊടുക്കാം. മോണിറ്റൈസേഷൻ വന്നേക്കുന്ന ചാനലുകളാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇപ്പം പുതിയതായിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇപ്പം ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വരുമാനമൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രാരാബ്ദം നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇച്ചിരി മനുഷ്യപ്പറ്റും കരുണയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്ത് തരൂ കേട്ടോ. എനിക്കൊരു 5-6 വീഡിയോസിന് അങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെ നമുക്കിപ്പോൾ ChatGPT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലൊക്കെ നമുക്ക് നമ്മുടെ കാര്യം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് വരും. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഒരു 1-1.5 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അധികം പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതാണ് എൻ്റെ ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസിൻ്റെ റീസൺ ഞാൻ കൊടുത്തേക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ താഴെ 3 ഒരു ചെക്ക് ബോക്സ് നമുക്ക് വീണ്ടും കാണാം. ആ ചെക്ക് ബോക്സ് 3 നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ആരുടെയും കോപ്പിറൈറ്റിനെ നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അത് 3 നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കുക. ഈ ചാനലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ അവസാനം കാണുന്ന സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID നമുക്കൊരു മെയിലും വരും. അതുപോലെ ഡിസ്പ്യൂട്ട് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും. അത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണത്തിലാണ് ഇപ്പം കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ.
അത് വന്നു കഴിയുമ്പോൾ അതേ കണ്ടോ ഡിസ്പ്യൂട്ട് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് വരും. ഡിസ്പ്യൂട്ട് എക്സ്പയർസ് ഇൻ 30 days, അതായത് 30 ദിവസത്തിനുള്ള അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ള ഓട്ടോമാറ്റിക്കലി ഈ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ആവുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് ഫോണിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ കണ്ടന്റിൻ്റെ ഓപ്ഷൻ എടുക്കുക, നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോ എടുത്തു കഴിയുമ്പോൾ അതേ ഇവിടെ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത് നമുക്ക് കണ്ടോ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതെടുക്കുക, അവിടെ എടുത്തിട്ട് റിവ്യൂ ഇഷ്യൂ എന്ന് കൊടുക്കുക. അത് ഓൾറെഡി ഞാൻ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഒരു ഇത് കാണാം, കോപ്പിറൈറ്റ് ഇൻ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ് കാണാം. അത് കഴിഞ്ഞ് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നമുക്കിത് ചെയ്യാം. അപ്പോൾ അത് ആ കോപ്പിറൈറ്റ് ഉള്ള സംഭവത്തുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്യൂട്ട് എന്ന് വന്ന് കാണും. അതിൽ ഈ സംഭവങ്ങളെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പബ്ലിക് ഡൊമൈൻ അതിൻ്റെ അടിയിൽ കാണുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റീസൺ, കോപ്പിറൈറ്റ് ക്ലെയിം റിലീസ് ചെയ്യാനുള്ള റീസൺ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 3 ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക, ചാനലിൻ്റെ പേരടിച്ച് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ഫോണിലാണെങ്കിൽ. നേരത്തെ ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്തത്. ഫോണിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കോപ്പിറൈറ്റ് ക്ലെയിമിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോ ഒക്കെ ഞാൻ പ്രൈവറ്റ് ആക്കി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ ഉള്ളത് കാരണം അതിൽ നിന്നുള്ള പൈസ വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് വ്യൂ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് കൊണ്ടാണ് ഞാൻ ഈ കോപ്പിറൈറ്റ് ക്ലെയിം റിലീസായിട്ട് പബ്ലിക് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ ഡിസ്പ്യൂട്ട് അണ്ടർ റിവ്യൂ, ഡിസ്പ്യൂട്ട് എക്സ്പയർസ് ഇൻ 22 days. അപ്പോൾ ഞാനതൊരു 8 ദിവസം മുമ്പ് ഞാൻ സബ്മിറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിനൊരു 22 ദിവസം കൂടെ അതിനെനിക്ക് അവരുടെ നിന്ന് ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ 22 ദിവസം കൂടെ കഴിഞ്ഞിട്ടും അവരുടെ അടുത്ത് നിന്ന് റിപ്ലൈ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം ഓട്ടോമാറ്റിക്കലി റിലീസ് ആവാം. അപ്പം ഞാനത് പബ്ലിക്കാക്കും. അപ്പോൾ അതിൻ്റെ പൈസ എനിക്ക് ആരുടെ അടുത്തും ഷെയർ ചെയ്യേണ്ടി വരില്ല. അത് നമുക്ക് തന്നെ ആ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ 30 ദിവസത്തിനുള്ള അവരെന്തെങ്കിലും ഒരു മെയിൽ, വേറൊരു വീഡിയോൻ്റെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. 30 ദിവസത്തിനുള്ള അവർ നമ്മുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ കോപ്പി റൈറ്റ് ക്ലെയിം സ്റ്റിൽ വാലിഡ് ആണ് എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് കോപ്പി റൈറ്റ് ക്ലെയിം റിലീസ് ചെയ്ത് തരില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വ്യൂ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ വരും. ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ചെയ്യാം. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പീൽ ചെയ്താൽ നേരത്തെ ഞാൻ പറഞ്ഞ അതേ റിസ്കുകളുണ്ട്. അപ്പീൽ ചെയ്യുന്നതും അവർ ക്യാൻസൽ ചെയ്യണം, നിങ്ങളുടെ അപ്പീൽ വാലിഡ് അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് കണ്ടോ, എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമിന് ഞാൻ അപ്പീൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവരത് റിലീസ് ചെയ്ത് തന്നു. അതിൽ നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നമ്മൾ ഇതുപോലത്തെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വീട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് മാത്രം അപ്പീൽ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലത്തെ ഒരു മെയിൽ വരും. അത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ അവരുടെ അവർ അത് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി റിലീസാവും. അല്ലാന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അവർക്ക് റിലീസാക്കാൻ പറ്റും, കോപ്പിറൈറ്റ് ക്ലെയിം അവർക്ക് റിലീസാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്കൊന്നും റിലീസ് ചെയ്യേണ്ട, ഇത് സ്റ്റിൽ വാലിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മൾ അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ അവർ മെയിൽ അയക്കുകയാണെങ്കിൽ നമ്മളത് ആ വീഡിയോ തന്നെ നമ്മൾ എന്താ പറയുക ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പോൾ മോണിറ്റൈസ്ഡ് അല്ലാത്ത ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എന്തായാലും കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. മോണിറ്റൈസ്ഡ് ആയ ചാനലുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് അഫക്റ്റ് ചെയ്യില്ല. അതിൽ നമുക്ക് പൈസയൊന്നും കിട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒറ്റ പൈസയും കിട്ടില്ല. നമുക്ക് ചുമ്മാ അതിൻ്റെ വ്യൂ കൂടുന്നത് നോക്കിയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് കണ്ടോ, ഞാൻ അതിന് അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലൊരു മെയിൽ വന്നു. ഹായ് അമൃത ശ്രീനാഥ്, ഗുഡ് ന്യൂസ്. ആഫ്റ്റർ റിവ്യൂയിങ് യുവർ ഡിസ്പ്യൂട്ട് സൂപ്പർ ഓഡിയോ മദ്രാസ് ഹാസ് ഡിസൈഡഡ് ടു റിലീസ് ദെയർ കോപ്പിറൈറ്റ് ക്ലെയിം ഓൺ യുവർ വീഡിയോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയ്ക്കുള്ള ഞാൻ അപ്പീൽ പോയതിന് ശേഷമാണ് ഈ വീഡിയോയ്ക്കുള്ള എൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം അവർ റിലീസ് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോയ്ക്ക് ഇനി കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂ, അധികം വ്യൂ ഒന്നും ഇല്ല കേട്ടോ, 10-26 വ്യൂ ഉള്ളൂ. ആ വീഡിയോയ്ക്ക് കിട്ടുന്ന പൈസ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ സ്റ്റിൽ വാലിഡ് എന്നാണ് എന്ന് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ പോയതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു
വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. കണ്ടോ, അതുപോലെ ഞാനിത് ഇവിടെ വേറെ വീഡിയോസിന് ഇപ്പോൾ മോളുടെ ഡാൻസിൻ്റെ വീഡിയോസിനൊക്കെ ഇതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോൾ ഞാനിതുപോലെ ചെയ്തിടാറുണ്ട്. അപ്പോൾ അവർ എന്താണോ ഞാൻ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും ഡിസ്പ്യൂട്ട് കൊടുത്തിട്ട് അവരത് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കും. എനിക്ക് ഇതുവരെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടില്ല. ഒന്നില്ലെങ്കിൽ അവർ 7 ദിവസത്തിനോ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ള റിപ്ലൈ തരാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്ത് തരികയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഡിസ്പ്യൂട്ട് അണ്ടർ റിവ്യൂ, ഡിസ്പ്യൂട്ട് എക്സ്പയർസ് ഇൻ 30 days. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇന്നലെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് 30 ദിവസം കഴിഞ്ഞിട്ട് അവർ റിപ്ലൈ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് റിലീസായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് റിലീസാക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചിലപ്പോൾ അങ്ങനെ റിലീസ് ചെയ്ത് തരണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ യുക്തി പോലെ ചെയ്യുക. കാരണം നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ നമുക്കിത് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൊടുത്ത് നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തു തുടങ്ങുക. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കിതുവരെ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മാത്രം ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മോണിറ്റൈസേഷൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുകയില്ല. അതിൻ്റെ പൈസ ആ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള ആൾക്കാർക്ക് പോകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമമാണ്. നമുക്ക് അല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് അതിന് നല്ല വ്യൂ കിട്ടുമ്പോൾ അതിൻ്റെ പൈസ നമുക്ക് വേറൊരാൾക്ക് പോകാമെന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പിള്ളേരുടെ വീഡിയോ ഒക്കെ ഒരു ഡാറ്റ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് അതൊന്നും ചെയ്യാണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പം ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നല്ല റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്കിത് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് അവനവൻ്റെ ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.